കോഴി വളർത്തലിൽ വേനൽക്കാല കൂട് പരിപാലനം. നല്ല വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന കൂടുകളായിരിക്കണം കോഴികൾക്ക്, പ്രത്യേകിച്ച് ഇറച്ചി കോഴികൾക്ക് വേണ്ടത്. അവയ്ക്ക് ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ പൊതുവേ നമ്മൾ പറയാറ് 1 മുതൽ 1.2 ചതുരശ്ര അടി വരെ ഒരു കോഴിക്ക് ലഭിക്കുന്ന രീതിയിൽ സ്ഥലം നൽകണമെന്നാണ്. തറ പലപ്പോഴും 2-3 കല്ലുയരത്തിൽ കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും വായുസഞ്ചാരത്തിന് നല്ലതല്ല. ഒരു കല്ലിൻ്റെ ഉയരം മാത്രം കെട്ടി 4 വശങ്ങളും നല്ല ബലമുള്ള ഇരുമ്പ് കമ്പി നെറ്റ് ഉപയോഗിച്ച് തന്നെ മറയ്ക്കണം. പലരും ഫിഷ് നെറ്റുകളൊക്കെ ഉപയോഗിച്ച് മറയ്ക്കുന്നത് കാണാറുണ്ട്. പലപ്പോഴും ഇതുവഴി മൃഗങ്ങളോ അല്ലെങ്കിൽ മരപ്പട്ടി അടക്കമുള്ള നാടൻ വന്യമൃഗങ്ങളോ തെരുവ് നായ്ക്കളോ ഒക്കെ തന്നെ കൂടുകളിലേക്ക് കിടക്കാറുണ്ട്. ഇനി വേനൽക്കാലവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വേനലെന്ന് പറയുമ്പോൾ വേനൽ മാത്രമല്ല, അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്ന എല്ലാ അവസ്ഥകളിലും കോഴികൾ സമ്മർദ്ദത്തിന് അടിപ്പെടും. അതുകൊണ്ട് തന്നെ ഈ വായുസഞ്ചാരം ആ താപക്രമീകരണത്തിന് വളരെ പ്രധാനമാണ്. വായുസഞ്ചാരം കുറവുള്ള പ്രദേശങ്ങളിൽ വശങ്ങളിൽ നിന്നും കാറ്റ് ലഭിക്കുന്ന രീതിയിൽ ഫാനുകൾ ക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. നല്ല ഉയരത്തിൽ കൂടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ വശങ്ങളിൽ ഏകദേശം ഒരു 8 മുതൽ 10 അടി വരെ ഉയരവും നടുവിൽ ഒരു 12 അടി മുതൽ 15 അടി വരെ ഉയരവും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തുറസായ പ്രദേശങ്ങളാണെങ്കിൽ നല്ല വായുസഞ്ചാരം ലഭിക്കുന്നതാണ്. 6 അടിയിൽ കുറഞ്ഞ ഉയരത്തിൽ ഒരിക്കലും കൂടുകൾ ഉണ്ടാക്കരുതെന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. ആകൃതിയിലുള്ള മേൽക്കൂരകളാണ് പൊതുവെ നമ്മൾ ഷെഡുകൾക്ക് ഉപയോഗിക്കാറ്, ധാരാളം മഴവെള്ളം മുഴുവൻ ഒലിച്ചു പോകുന്ന രീതിയിൽ. ഈ ആകൃതിയുടെ ഷേപ്പ് മാറും തോറും, എയിൽ നിന്ന് മാറിയത് കൂടുതൽ പരക്കും തോറും ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ചൂടിൻ്റെ അളവ് കൂടുമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി മാത്രവുമല്ല, ഇത്തരം കൂടുകൾക്ക് ഇടയിൽ താഴെ കോഴിക്കും നമ്മുടെ കൂടിനും ഇടയിൽ നല്ല ഉയരത്തിൽ റൂഫിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ മേൽക്കൂരയ്ക്ക് തൊട്ട് താഴെയായിട്ട് ചൂടിനെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, നമ്മൾ ഇടത്തട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഷീറ്റുകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ചണച്ചാക്കുകൾ ഉപയോഗിക്കുകയോ തുണിയുടെ ഷീറ്റുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. പലരും ചെയ്യുന്ന ഒരു രീതി ഇത്തരത്തിൽ ചെറിയ തട്ടുപോലെ വെച്ചിട്ട് അതിന് മുകളിൽ വൈക്കോൽ, ഓല തുടങ്ങിയ നിരത്തി കൊടുക്കുന്നതാണ്. ഇത് പലപ്പോഴും തീ പിടിക്കാനുള്ള വലിയ സാധ്യത ഉള്ളതുകൊണ്ട് അത് ഈ കൂടിൻ്റെ ഉൾവശത്ത് ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷീറ്റിൻ്റെ പുറത്തു കൂടെ ഓല നിരത്തി ചൂട് കുറയ്ക്കാം. ദീർഘകാലം നേരത്തെ മുമ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തൊഴുത്തിൻ്റെ പുറത്ത് പടർന്നു നിൽക്കുന്ന വള്ളികൾ ഉപയോഗിക്കാൻ നമ്മൾ പറയാറുണ്ട്. കൂടിൻ്റെ അകത്തും ഇത് തന്നെയാണ് നമ്മൾ നിർദ്ദേശിക്കാറ്. ഒപ്പം ചുറ്റുപാടുമുള്ള കൂടുകളുടെ പരിസരത്തു നിന്നുള്ള മണ്ണിൽ നിന്നൊക്കെയുള്ള റേഡിയേറ്റിംഗ് ഹീറ്റ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വികിരണ താപം ഒഴിവാക്കാനായിട്ട് ഈ വശങ്ങളിൽ കൂടിൻ്റെ ഇരുവശങ്ങളിലേക്ക് തുറന്നു കിടക്കുന്ന വശങ്ങളിൽ ചെറിയ ചെടികൾ, വാഴ മുതലായ പച്ചക്കറികളോ അല്ലെങ്കിൽ ആ മണ്ണ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ കൃഷികൾ ചെയ്യാനും കൂടെ പലപ്പോഴും പറയാറുണ്ട്. റേഡിയേറ്റിംഗ് ഹീറ്റ് നമ്മൾ അറിയാത്ത ഒരു ചൂടിൻ്റെ സാധ്യതയാണ്.